നമ്മുടെ കർത്താവിന്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന്റെ മാളിക മുറി പ്രഭാഷണമാണ് നാം ധ്യാനിച്ചു വരുന്നത്. കഴിഞ്ഞ ചില നാളുകളായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം മുതൽ അതിൻ്റെ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തന്ന നിരവധി സന്ദേശങ്ങൾ കേൾക്കുവാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നു. അത് തൻ്റെ ശിഷ്യന്മാരുമായി കർത്താവ് നടത്തിയ സംഭാഷണമാണ് എന്നുള്ളത് ആ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇന്നു മുതൽ നാം അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് വരികയാണ്. വളരെ വേഗത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു പഠനമാണല്ലോ. അതുകൊണ്ട് ആ അധ്യായത്തിൽ നിന്നും അല്പം വിശദമായി തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനായിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും അത് വായിക്കുകയും പിന്നത്തേതിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ധാരാളമായിരിക്കുന്ന ആത്മീക ആശയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില ക്ലാസ്സുകൾ നമുക്കതുമായി മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 17-ാം അധ്യായത്തിൽ നമുക്കറിയാം, അത് പൊതുവിൽ അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വരികിലും മഹാപുരോഹിത പ്രാർത്ഥന എന്ന നിലയിലാണ് വേദ പണ്ഡിതന്മാർ, ദൈവവചനം പഠിക്കുന്നവർ ഒക്കെ അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. തൻ്റെ പ്രാർത്ഥന എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതും അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുമൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ധ്യാനിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ 17-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു മഹാപുരോഹിത പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതന്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ആരാണ് ഒരു മഹാപുരോഹിതൻ എന്നുള്ള ആ കാര്യത്തെയാണ് ഇന്ന് അല്പമായി ധ്യാനിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് 17-ാം അധ്യായത്തിൽ നിന്നല്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പ്രധാനമായും എബ്രായ ലേഖനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 29-ാം അധ്യായം 1-ാം വാക്യം, 40-ാം അധ്യായം 13-ാം വാക്യം, അതിന്റെ 15-ാമത്തെ വാക്യം, ഇത്രയും വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ ഒരു പുരോഹിതനെ ദൈവം നിയമിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ വാക്യങ്ങളിൽ ഇപ്പോൾ വായിച്ച പുറപ്പാട് 28-ന്റെ 1, 29-1, 40-ന്റെ 13, 15 ഇത്രയും വാക്യങ്ങളിൽ ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അഹരോനെയും മക്കളെയും നിയമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുരോഹിതന്റെ പ്രധാനമായ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്കു വേണ്ടി നിയമിക്കപ്പെടുന്നു എന്നാണ്. 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും ആ സ്ഥാനം ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും സ്വതവേ എടുക്കുന്നില്ല. അപ്പോൾ ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിച്ച് തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. പഴയ നിയമത്തിൽ അഹരോനെയും തന്റെ പുത്രന്മാരെയും അഥവാ ലേവ്യ ഗോത്രത്തെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിച്ചിരുന്നു എന്നുള്ളത്
നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ മനുഷ്യർക്കു വേണ്ടി, അപ്പോൾ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം അതിന്റെ വിശദീകരണം കാണുന്നത് മനുഷ്യർക്കു വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടിയാണ് ദൈവം നിയമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം അവരെ തിരഞ്ഞെടുത്ത് ആ പുരോഹിതന്മാരെ ജനത്തിനു വേണ്ടി നിയമിക്കുന്നു. തനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ജനത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ജനത്തിനു വേണ്ടി അവർ ശുശ്രൂഷ ചെയ്യുന്നു. നാം പുറപ്പാട് പുസ്തകവും അതുപോലെ ലേവ്യ പുസ്തകവും ഒക്കെ വായിക്കുന്ന സമയത്ത് കാണുവാൻ കഴിയുന്ന പൊതുവായിട്ടുള്ള ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ, അവർ മനുഷ്യന് വേണ്ടി, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് മനുഷ്യർക്ക് വേണ്ടി അവർ നിയമിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ലേവ്യ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിയാം, അവർ മനഃപൂർവമായി ചെയ്യുന്ന പാപങ്ങളുണ്ട്, അബദ്ധവശാൽ ചെയ്യുന്നതായ പാപങ്ങളുണ്ട്. ഈ പാപങ്ങൾക്ക് പരിഹാരം വേണമെന്ന് ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവൻ എവിടേക്ക് ചെല്ലുന്നു? ആലയത്തിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലേക്ക് ചെല്ലുന്നു. അവിടേക്ക് ചെന്ന് ദൈവത്താൽ നിയമിക്കപ്പെട്ടതായ ഈ പുരോഹിതന്മാർ ഈ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന്, മധ്യസ്ഥത നിന്ന് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? യാഗം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ജനത്തിന്റെ ഇടയിൽ മനഃപൂർവമായും അബദ്ധവശാലും വന്നു പോകുന്നതായ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടിയാണ് ദൈവം അവരെ മനുഷ്യർക്കു വേണ്ടി നിയമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതായ ആ പുരോഹിതന്മാർ, മഹാപുരോഹിതനും ശേഷമുള്ളതായ പുരോഹിതന്മാരും, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ വായിക്കുന്നു, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കുന്നു. അവിടെ കർത്താവിനെ കുറിച്ച് യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവനെന്നാണ് അത് പിന്നാലെ വന്നുകൊള്ളാം. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു സൂചന എന്താണ്? ഈ മഹാപുരോഹിതന്മാർ ജനത്തിന്റെ ഇടയിൽ നിന്നും ദൈവത്താൽ നിയമിക്കപ്പെട്ടതായ ഈ പുരോഹിതന്മാർ അവർ ആദ്യം യാഗമർപ്പിക്കുമ്പോൾ ആർക്കു വേണ്ടി യാഗമർപ്പിക്കണം? ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കണം. അതിനുശേഷമേ അവര് ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം അവരും ഏതാണ്? അതിന്റെ കാരണമായിട്ട് നാം 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, താനും ബലഹീനത പൂണ്ടവനാകയാൽ. അപ്പോ അവര് ആരാണ്? ബലഹീനരാണ്, ബലഹീനതകൾ ഉള്ളവരാണ്. അതുകൊണ്ട് 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനുമാകുന്നു. അപ്പോൾ ആ പഴയ നിയമത്തിലെ ലേവ്യഗോത്രത്തിലെ പുരോഹിത വർഗം ആദ്യമായി തനിക്ക് വേണ്ടി ഒരു യാഗം അർപ്പിക്കേണ്ടി വരുന്നതിന്റെ കാരണം അവിടെ നാം വായിക്കുന്നത്, അവർ ബലഹീനതകൾ ഉള്ളവരാണ്. ബലഹീനതകൾ ഉള്ളവരായതുകൊണ്ട് അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് കയറി ചെല്ലുവാനുള്ള അനുവാദം ദൈവം അവർക്ക് നൽകുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ അവരുടെ പാപങ്ങൾക്ക് എന്തുണ്ടാകണം? പരിഹാരമുണ്ടാകണം. അങ്ങനെ അവർ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ അവർക്ക് ജനത്തിന് വേണ്ടി യാഗമർപ്പിക്കുവാൻ അനുവാദമുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ആ നിലയിൽ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവര് ദിനം പ്രതിയും ആണ്ട് തോറും ആ കാര്യങ്ങൾ തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും നാം ചിന്തിക്കുമ്പോ അവര് ബലഹീനത പൂണ്ടവരാണ്. അവര് ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 9-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 9:25 വായിക്കുന്നത്, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യ രക്തത്തോടുകൂടെ വേണം എവിടേക്ക് ചെല്ലാൻ? വിശുദ്ധമായ മന്ദിരത്തിലേക്ക് ചെല്ലുവാൻ. അവിടെ അന്യരക്തം എന്ന് പറയുന്നത് എന്തിന്റെ രക്തമാണ്? 9:12 നമ്മൾ വായിക്കുന്നു, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ.
അപ്പോൾ ആ മഹാപുരോഹിതൻ ആദ്യം തന്നെ അന്യരക്തത്തോടുകൂടെ വേണം അവിടേക്ക് ചെല്ലുവാൻ. അവർ ചെല്ലുന്നത് അന്യരക്തം എന്ന് പറഞ്ഞത് എന്തിന്റെയൊക്കെയാണ്? ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും, അതിനു വേണ്ടി ഊനമില്ലാത്തതായ വേർതിരിച്ച് നിർത്തിയിട്ടുള്ളതായ ആ മൃഗങ്ങളുടെ രക്തവുമായിട്ട് വേണം ഈ പുരോഹിതന്മാർ അല്ലെങ്കിൽ മഹാപുരോഹിതൻ ആ യാഗം അവിടെ കഴിക്കേണ്ടത്. കാരണം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, രക്തം കൂടാതെ ഒരു യാഗം ഇല്ല. 7:9 നമ്മൾ വായിക്കുന്നത്, അവിടെ നാം വായിക്കുന്നുണ്ട്, 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെ അല്ല. അപ്പോൾ രക്തം കൂടാതെ മഹാപുരോഹിതന് എവിടേക്ക് ചെല്ലാൻ പാടില്ല? വിശുദ്ധ മന്ദിരത്തിലേക്ക്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുവാൻ അവന് പാടില്ല. കാരണം അതാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത്. രക്തം കൂടാതെ ഒരു യാഗമില്ല. മാത്രമല്ല 9:22 നമ്മൾ വായിക്കുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനവും ഇല്ല. അപ്പോ രക്തത്തോടുകൂടെ അവർ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം എന്താണ്? രക്തത്താലാണ് പാപങ്ങൾക്ക് മോചനം ഉള്ളത്. രക്തം ഏകദേശം സകലത്തെയും ശുദ്ധീകരിക്കുന്നു എന്നും നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പഴയ നിയമത്തിൽ ദൈവം നിയമിച്ചാക്കിയ ഒരു പുരോഹിതൻ അവൻ ചെയ്യുന്നതായ ശുശ്രൂഷകളും എന്ന് പറയുന്നത്. എന്നാൽ ആ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യം 7-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മരണം നിമിത്തം നിലനിൽപ്പാൻ കഴിയാത്തത് കൊണ്ട് മുടക്കം വരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതന്മാർക്ക് എന്ത് സംഭവിക്കും? കാലാകാലങ്ങളിൽ അവർ മരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് 7:11 നമ്മൾ വായിക്കുന്നുണ്ട്, ആ പൗരോഹിത്യം എന്ന് പറയുന്നത് സമ്പൂർണത വരാത്ത പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യത്തിന് എന്തില്ല? സമ്പൂർണതയില്ല. മനുഷ്യർക്ക് വേണ്ടിയാണ്, ദൈവമാണ് അവരെ നിയമിച്ചത്. എന്നാൽ അതേ ദൈവം തന്നെ അത് കണ്ടതെന്താണ്? സമ്പൂർണതയില്ലാത്തതാണ് ലേവ്യ പൗരോഹിത്യം എന്നുള്ളതാണ്. 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാത്തതാണ് ആ യാഗങ്ങൾ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പൗരോഹിത്യം തന്നെ എന്താണ്? സമ്പൂർണത ഇല്ലാത്തതാണ്. അവർ ചെയ്യുന്നതായിരിക്കുന്ന യാഗങ്ങളും എന്തുള്ളതാണ്? സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 10:4 വായിക്കുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു, പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങൾ, അല്ലെ? 11-ാമത്തെ വാക്യത്തിൽ പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ആ പഴയ നിയമത്തിലെ പൗരോഹിത്യം എന്ന് പറഞ്ഞാലും പൗരോഹിത്യ ശുശ്രൂഷകർ എന്ന് പറഞ്ഞാലും അതിന്റെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം സാധിക്കാതെ വണ്ണം അതെല്ലാം നിഴലുകളായി താൽക്കാലികമായി മാത്രം നിലനിൽക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നാം കാണേണ്ട കാര്യമാണ്. ഇന്നുള്ള സാമുദായിക സഭാവിഭാഗങ്ങളിൽ പെടുന്നവർ ആചരിച്ചു പോരുന്നതായ പൗരോഹിത്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗം ഇതിന് സമാനമാണ്. എല്ലാം അങ്ങനെയല്ല. ഒരു ഭാഗം പൗരോഹിത്യം എന്ന് പറയുന്നത് ഈ ലേവ്യ പൗരോഹിത്യത്തിന്റെ ചുവട് പിടിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ അവർ നിവർത്തിച്ചു വരുന്നത്. കുറച്ചെല്ലാം പുതിയ നിയമത്തിന്റെ കാര്യങ്ങളും അനുസരിച്ചാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യവും കൂടെയാണ്. അപ്പോ ഇങ്ങനെ പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്തതായ യാഗങ്ങൾ, പൂർണ്ണതയില്ലാത്തതായ മഹാപുരോഹിതന്മാർ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തോരാവശ്യം. അവിടെ ചോദ്യമാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അഹറോന്റെ പാരമ്പര്യപ്രകാരമുള്ള പൗരോഹിത്യത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഇതാ വേറൊരു പുരോഹിതൻ
വരേണ്ടതിന്റെ ആവശ്യം വന്നിരിക്കുന്നു. മൽക്കീസദേക്കിനെ കുറിച്ച് നാം വായിക്കുന്നത് എന്താണ്? അവൻ ആരംഭമില്ല അവസാനവുമില്ല എന്നുള്ളതാണ്. എന്നതുപോലെ ആ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം, ആ ക്രമത്തിൽ ലേവ്യ പൗരോഹിത്യ പ്രകാരം എന്ന് പറയാതെ എന്തിലേക്ക് വന്നു? അവൻ യഹൂദനായിട്ട് നമ്മുടെ കർത്താവ് വേറൊരു പുരോഹിതനായി ഇവിടെ വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ 7-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശ്യനായി ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. അപ്പോൾ ഇനി പതുക്കെ എവിടേക്ക് വരികയാണ്? നമ്മുടെ കർത്താവ് എന്ന മഹാപുരോഹിതനിലേക്ക് വരികയാണ്. മനസ്സിലായോ? പഴയ നിയമ പൗരോഹിത്യത്തിൽ നിന്ന് പുതിയ നിയമത്തിന്റെ മഹാപുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്കുള്ളതായ ഒരു മാറ്റത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ യേശുക്രിസ്തു ഒരു മഹാപുരോഹിതനായി മാറുന്നു എന്ന് പറയുമ്പോൾ ആ മഹാപുരോഹിതനെ കുറിച്ച് നാം വായിക്കുന്നത് എന്താണ്? അഴിഞ്ഞു പോകാത്ത, അല്ലെ? ആ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ. ആ പുരോഹിതൻ ആരാണെന്ന് പറയാതെ തന്നെ നമുക്കറിയാം. അവൻ വേറൊരു പുരോഹിതൻ. 7-ാം അധ്യായത്തിന്റെ 11-ൽ നാം വായിക്കുന്നു, വേറൊരു പുരോഹിതൻ വരുവാൻ ആവശ്യമുണ്ടെന്നാണ് നാം ഇവിടെ വായിച്ചത്. ആ പുരോഹിതന്റെ പ്രത്യേകതയും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്ന ഒരു വാക്കുണ്ട്. 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, അവന് ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ, നാം അഹ്റോന്യ പൗരോഹിത്യത്തെ കുറിച്ച് കണ്ടു, അത് ദൈവം അവന് കൊടുത്തതാണ് എന്നതുപോലെ യേശുവും മഹാപുരോഹിതൻ എന്നുള്ള സ്ഥാനം സ്വതവേ അങ്ങ് എടുത്തതല്ല. അതിനൊടുവിൽ നാം വായിക്കുന്നു, അത് ദൈവം അവന് കൊടുത്തതത്രേ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം എന്നുള്ളത് പിതാവായ ദൈവം അവന് കൊടുത്തതാണ്. 5-ന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ അവന് ലഭിച്ചതാണ്. അപ്പൊ ദൈവം അവന് കൊടുത്തതിനാൽ ദൈവത്താൽ ലഭിച്ചതായ ആ വലിയ സ്ഥാനമാണ് എന്ത്? മഹാപുരോഹിതൻ എന്നുള്ളതായിരിക്കുന്ന നാമം. ഇനിയും നാം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? ദൈവപുത്രനായ യേശു, അല്ലെ? ദൈവപുത്രനായ യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആ പുത്രന്റെ മറ്റൊരു പ്രത്യേകത, ദൈവത്താൽ അവൻ നിയമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് മനുഷ്യരുടെ ഇടയിൽ നിന്നെടുത്തവനല്ല. അവൻ ആരാണ്? അവൻ ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്താൽ നിയമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അഹരോനെ പോലെയോ അഹരോന്റെ മക്കളെ പോലെയോ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടവനല്ല. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. 7-ാം അധ്യായം അതിൽ 28-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലും നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. 7-ന്റെ 28-ന്റെ ഒടുവിൽ നാം വായിക്കുന്നത്, വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ മഹാപുരോഹിതനാക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പുത്രനെ ദൈവം ആരാക്കി തീർത്തു? മഹാപുരോഹിതനാക്കി തീർത്തു എന്നാണ്. 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 9-ന്റെ 11-ൽ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നവനാണ്. ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഓർക്കുമ്പോ നാം ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് അങ്ങനെ വായിച്ചു വിട്ടുപോവുകയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ആഴം എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് എന്നുള്ളത് നാം അറിയണം. അവിടെ നാം വായിക്കുന്നവൻ മഹാപുരോഹിതനായി വന്നവനാണ്. എന്നിട്ട് നാം വായിക്കുന്നു ഇങ്ങനെയുള്ള 7-ന്റെ 26-27 അവിടെ വായിക്കുന്നത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. എങ്ങനെയുള്ള മഹാപുരോഹിതൻ? അവിടെ വായിക്കുന്നുണ്ട്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ.
ആ ദൈവം അഹരോന്യ കുടുംബത്തെ മഹാപുരോഹിതന്മാരാക്കി, പുരോഹിത വർഗമാക്കി അവരെ തിരഞ്ഞെടുത്തു. പക്ഷേ അവരാദ്യം അവർക്ക് വേണ്ടി യാഗമർപ്പിക്കണം. എന്നാൽ നമുക്കുള്ള മഹാപുരോഹിതൻ അവൻ ആരല്ല, തനിക്ക് വേണ്ടി യാഗമർപ്പിക്കുവാൻ ആവശ്യമില്ലാത്തവനാണ്. കാരണം അവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ വാക്യത്തെ മൊത്തത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, അവൻ മഹാപരിശുദ്ധനായ മഹാപുരോഹിതനാണ്. അവൻ മഹാപരിശുദ്ധനായ മഹാപുരോഹിതനാണ്. അതേ, സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്ത ഒരു പുരോഹിതൻ എന്നാണ് അവനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം മഹാപുരോഹിതനായി എന്ത് ചെയ്തു? നിയമിച്ചു. അവൻ ഇവിടേക്ക് വന്നു. അതെ, അവൻ പരിശുദ്ധനായ മഹാപുരോഹിതൻ ആയി തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനിയും അവനെ കുറിച്ചുള്ള മറ്റു ചില പ്രത്യേകതകൾ കൂടെ 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ 2:17 നമ്മൾ വായിക്കുന്നത്, അവൻ ദൈവ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാണ്. നാം നമ്മുടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ചിന്തകളാണ്. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ അവൻ നിൽക്കുന്നെങ്കിൽ അവൻ ആരാണ്? അവൻ വിശ്വസ്ത മഹാപുരോഹിതനാണ്. അവൻ വിശ്വസ്തനാണ്. അവനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ നിവർത്തിക്കും. അത് ഈ എബ്രായലേഖനം 3-ാം അധ്യായത്തിലും അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 2-ാമത്തെ വാക്യത്തിൽ തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു എന്ന് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മഹാപുരോഹിതനായ യേശു, നേരത്തെ നമ്മൾ കണ്ടു വിശ്വസ്ത മഹാപുരോഹിതൻ. ഇനി 4:14 നമ്മൾ എന്താ വായിക്കുന്നത്? ശ്രേഷ്ഠ മഹാപുരോഹിതൻ. 7:28 ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട് തികഞ്ഞവനായ മഹാപുരോഹിതൻ. ഇതെല്ലാം നോട്ട് ചെയ്യേണ്ടവർക്ക് വേഗത്തിൽ നോട്ട് ചെയ്യുന്ന അതെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, 7-ാം അധ്യായത്തിന്റെ 3, 17, 21, 24 ഇത്രയും വാക്യങ്ങളിൽ നാം കാണുന്നു അവൻ എന്നേക്കും മഹാപുരോഹിതനാണ്. അഹരോന്യ പൗരോഹിത്യത്തെ കുറിച്ച് നാം എന്താ വായിക്കുന്നത്? മരണം നിമിത്തം അവർക്ക് മുടക്കം വന്നു എന്നാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ മഹാപൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ എന്നേക്കും മഹാപുരോഹിതനാണ്. 7:25 വായിക്കുന്നു, അവൻ സദാ ജീവിക്കുന്ന മഹാപുരോഹിതനാണ്. സദാ ജീവിക്കുന്നവനാകയാൽ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. മറ്റവർക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്? മരണം നിമിത്തം അവർ മാറ്റപ്പെട്ട് പോകുകയാണ്. അതുകൊണ്ട് 4:15 നമ്മൾ വായിക്കുന്നു, നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്ന മഹാപുരോഹിതൻ. 2:18 നമ്മൾ വായിക്കുന്നു, സഹായിപ്പാൻ കഴിവുള്ള മഹാപുരോഹിതൻ എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ അപ്പോ ഈ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. അതേ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 4:15 എന്താ വായിക്കുന്നത്? പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടതായ മഹാപുരോഹിതൻ. 5-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തീർന്ന മഹാപുരോഹിതൻ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത ഇതിങ്ങനെ വായിച്ചാൽ, ഇനി എബ്രായലേഖനം വായിച്ചാൽ ഇനിയും അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവന്റെ ക്വാളിറ്റീസ്. നമ്മുടെ ഈ മഹാപുരോഹിതന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഇനിയും പറയുന്നത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, 7:22 നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയുമോ? ആണ കൂടാതെയല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. അവനെ ദൈവം ആരാക്കി തീർത്തു? വിശേഷതയേറിയ നിയമത്തിന് ഉത്തരവാദിയാക്കി. ഏതാ വിശേഷതയേറിയ നിയമം? നമുക്കറിയാം, 1-ാമത്തെ നിയമം എന്തുള്ളതായിരുന്നു? കുറവുള്ളത് ആയിരുന്നു. എന്നാൽ 2-ാമത്തേതിനെ സ്ഥാപിക്കുവാൻ 1-ാമത്തേതിനെ ദൈവം നീക്കിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. അതേത് നിയമമാണ്? അത് വിശേഷതയേറിയ
നിയമമാണ്. 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രയോഗം നാം കാണുന്നത്, അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ടതായ നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. വിശേഷതയേറിയ വാഗ്ദത്തം, വിശേഷതയേറിയ നിയമം, വിശേഷതയേറിയ ശുശ്രൂഷ. ഇതാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് നമ്മുടെ കർത്താവിനെ കഴിയുകയുള്ളൂ. അവൻ മഹാപുരോഹിതനായി തീർന്നത്, അവൻ ആ ശുശ്രൂഷകൾ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിശേഷതയേറിയ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വിശേഷതയേറിയ നിയമത്തിന് താൻ ഉത്തരവാദിയായി തീർന്നതിനാലാണ്. ആ വിശേഷതയേറിയ ആ നിയമത്തിന് താൻ ശുശ്രൂഷകനും ആയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി അവൻ എന്തായിരുന്നു അവൻ ചെയ്തതായ ആ ശുശ്രൂഷ എന്ന് പറയുന്നത്? അവൻ ചെയ്തതായ ആ ശുശ്രൂഷ എന്താണ്? 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 9:11 നാം വായിക്കുന്നത് എന്താ? ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൽപ്പനയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. അവിടെ നാം വായിക്കുന്നത് എന്താ? വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. അഹരോനും മക്കളും ലേവ്യ ഗോത്രവും ഏതിലൂടെയാ പോകുന്നത്? കൈപ്പണിയായ, അല്ലെ? കൈപ്പണിയായിട്ടുള്ള, ഇവിടെ വായിക്കുന്നത് കൈപ്പണി അല്ലാത്തതായ, അവർ കൈപ്പണിയായ ദൈവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഈ മഹാപുരോഹിതൻ കൈപ്പണി അല്ലാത്തതായ ആ കൂടാരത്തിൽ കൂടെയാണ് പോകുന്നത്. പഴയ നിയമ പുരോഹിതന്മാർ അന്യ രക്തത്തോടുകൂടെയാണ് പ്രവേശിച്ചതെങ്കിൽ ഈ മഹാപുരോഹിതൻ സ്വന്തം രക്തത്താൽ, അവിടെ നാം അങ്ങനെയാണ് വായിക്കുന്നത്, സ്വന്തം രക്തത്താൽ. 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താ? 9:14 ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, തന്റെ സ്വന്തം രക്തം. മറ്റുള്ളവർ അന്യരക്തത്തോടുകൂടെ പ്രവേശിക്കുമ്പോൾ ക്രിസ്തു എന്ന ദൈവത്തിന്റെ മഹാപുരോഹിതൻ അവിടേക്ക് ചെന്നത് സ്വന്തം യാഗം കൊണ്ടാണ്, സ്വന്തം രക്തം കൊണ്ടാണ് എന്ന് നമ്മൾ വായിക്കും. 9-ാം അധ്യായത്തിന് 26 നമ്മൾ വായിക്കുന്നത് എന്താ? അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ചെയ്ത കാര്യം എന്താണ്? സ്വന്തം യാഗത്താൽ താൻ തന്നെ മഹാപുരോഹിതനും താൻ തന്നെ യാഗമൃഗവുമായി നമ്മുടെ കർത്താവ് മാറി എന്നുള്ളതാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. അതാണ് വിശേഷതയേറിയ നിയമം, വിശേഷതയേറിയ വാഗ്ദത്തം, വിശേഷതയേറിയ ശുശ്രൂഷ. അതും അഹരോന്യ പാരമ്പര്യവുമായി പൗരോഹിത്യവുമായി ഒരു ബന്ധവും ഒരുപക്ഷെ പറയുവാൻ നമുക്ക് സാധ്യമല്ലാതെ വന്നു. വെറും ഒരു നിഴൽ മാത്രമായി പഴയ നിയമ യാഗങ്ങളും പൗരോഹിത്യവുമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി സ്വന്തം യാഗം കൊണ്ട്, ഇനി 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഒരിക്കലായി, അല്ലെ? ഒരിക്കലായി 10:10 നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ ഏകയാഗത്താൽ എന്നേക്കുമുള്ളതായ പാപപരിഹാരമാണ് ആര് വരുത്തിയത്? നമ്മുടെ കർത്താവ് വരുത്തിയത്. അപ്പോ ഇവിടെ നമ്മൾ വായിക്കുന്നു, ആ വിശേഷതയേറിയ ശുശ്രൂഷ എന്തായിരുന്നു? സ്വന്തം രക്തത്താൽ, സ്വന്തം യാഗത്താൽ ഒരിക്കലായി തന്നെത്താൻ യാഗമർപ്പിച്ച് ആ ഏകയാഗത്താൽ എന്നേക്കുമുള്ളതായ വിശുദ്ധീകരണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആ കർത്താവിന്റെ യാഗത്തിന്റെ, ആ മഹാപൗരോഹിത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനിയും ആ യാഗത്താൽ എന്താണ് സംഭവിച്ചത്? 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, 6:20 നമ്മൾ വായിക്കുന്നു, അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം ഇതാ നമുക്ക് മുൻപായി അവൻ എവിടേക്ക് പ്രവേശിച്ചു?
വിശുദ്ധ മന്ദിരത്തിലേക്ക് നമ്മുടെ വായിക്കുന്നത് പോലെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം തിരശ്ശീലക്കകത്തേക്ക് അവൻ നമുക്ക് മുൻപായി പ്രവേശിച്ചു. ഇനി എന്തിനാ പ്രവേശിച്ചത്? 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യക്ഷനാവാൻ ദൈവസന്നദ്ധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ അപ്പൊ തിരശ്ശീലക്കകത്ത് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എവിടേക്കാ? സ്വർഗത്തിലേക്കാണ്. എന്തിനാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്? അവിടെ നാം അടിവരയിടണം, നമുക്ക് വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. അവിടെ കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന് വേണ്ടി അല്ല, ലോകത്തിന് വേണ്ടിയല്ല, നീ എന്റെ കയ്യിൽ തന്നിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് കർത്താവ് ആ മഹാപുരോഹിതനായി നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നെങ്കിൽ അത് ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാണ് ആ മഹാപുരോഹിതൻ ഇന്ന് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് നാം അറിയണം. 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. അതിന്റെ തന്നെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. ഇനിയും 7-ാം അധ്യായത്തിന്റെ 25-ൽ നമ്മൾ വായിക്കുന്നു, അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പിതാവിന്റെ സന്നദ്ധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ആ കർത്താവ് താൻ മുഖാന്തരമായി ചെല്ലുന്നവരെ എല്ലാം അവൻ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനായ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം 3:1 നമ്മൾ എന്താ വായിക്കുന്നത്? നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഇനി നമ്മുടെ കടപ്പാടാണ്. നാം ഇന്ന് ഒരുപാട് വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു, ഒരു ഓട്ടപ്രദക്ഷിണം പോലെയായിരുന്നു. എന്നാൽ അതിന്റെ ക്രമത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഈ മഹാപുരോഹിതനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോ തന്റെ ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് പിതാവിനോട് പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഇവർക്ക് കൊടുത്ത വചനം അവർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്നെ മനസ്സിലായി. അവിടെ മറ്റൊരു വാക്യം കൂടെ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നുവെന്നും ഇവർ അറിഞ്ഞിരിക്കുന്നു. എന്താ നമ്മൾ അറിയേണ്ടത്? ഇതൊക്കെ നമ്മളും അറിയണം. നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവന്റെ അടുക്കലേക്ക് നാം ചെല്ലുമ്പോൾ ഇതും നമ്മൾ അറിയണം. അതൊക്കെ വിശദമായി നമുക്ക് ആ അധ്യായത്തിലേക്ക് വരുമ്പോ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയേണ്ട കാര്യമാണ്. നാം അവനെ ശ്രദ്ധിച്ചു നോക്കുക. 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. അതിന്റെ തന്നെ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക, അവനെ നോക്കുക, അവനിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുക, അവനോട് നമ്മൾ അടുത്ത് ചെല്ലുക. 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അവിടെ ദൈവാലയത്തിന്മേൽ നമുക്കൊരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് നാം വായിക്കുന്നു, അവിടെ എങ്ങനെ ചെയ്യണമെന്നാണ്? ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ തളിക്കപ്പെട്ട ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് നാം ചെല്ലുക. ഇവനത്രേ നമുക്കുള്ള മഹാപുരോഹിതൻ. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ? നമ്മുടെ ഈ കർത്താവ് ഇന്ന് നിൽക്കുന്ന ആ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അവൻ ആരാണ്? അവന്റെ മഹത്വം എത്ര വലിയതാണ്! അവന്റെ അടുക്കലേക്കൊന്ന് ചെല്ലുവാൻ നമുക്ക് സാധിക്കുമോ? അവനിലുള്ള വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കുവാനായിട്ട് കഴിയുമോ?
അവനെ മാത്രം ശ്രദ്ധിച്ചു നോക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? അവനിലുള്ള ആ വലിയ ആശ്വാസം, സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയാകുന്നുണ്ടോ? നാം ഓർക്കണം, ഈ മഹാപുരോഹിതനാണ് താൻ യാഗമായി തീരുന്നതിന് മുൻപ് തന്നെ, സ്വന്തം യാഗം കൊണ്ട് വീണ്ടെടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു മഹാപുരോഹിതൻ എന്ന പോലെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാൻ ഇന്നിവിടെ നിർത്തട്ടെ. അപ്പൊ നമുക്കുള്ള മഹാപുരോഹിതൻ അവൻ എത്ര ശ്രേഷ്ഠനാണ്. മരണം കൊണ്ട് മാറിപ്പോകുന്നവനല്ല, പാപങ്ങൾ നിമിത്തം തനിക്ക് വേണ്ടിയും കൂടെ യാഗമർപ്പിക്കുവാൻ ആവശ്യമില്ലാത്തവനല്ല, മരണം നിമിത്തം മാറിപ്പോകുന്നവനല്ല, അവൻ എന്നേക്കും ഇരിക്കുന്നവനാണ്, മഹാപരിശുദ്ധനാണ്, അവൻ നിത്യനാണ്. അവനെ നമുക്ക് നോക്കാം, അവനെ പിന്തുടരാം, അവനിൽ ആശ്രയിക്കാം. അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ എങ്ങനെ ചെയ്യുന്നുവെന്നാണ്? വിശ്വസ്ത മഹാപുരോഹിതനാണ്. അവൻ നമുക്ക് വേണ്ടി ഒരു കാര്യം പിതാവിനോട് പറഞ്ഞാൽ അത് പിതാവ് നിവർത്തിക്കും. ദൈവം നമുക്ക് എത്ര നല്ലവനാണ്. എന്തിനാണ് നാം വേറൊരുവനെ നോക്കുന്നത്? എന്തിനാണ് വേറൊരുവന്റെ പിന്നാലെ നാം പോകുന്നത്? അതിനാവശ്യമില്ലാതെ വണ്ണം നമുക്കുള്ള മഹാപുരോഹിതൻ അവൻ ശ്രേഷ്ഠനാണ്. ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.